നമസ്കാരം. ഈ കോഴ്സിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ പ്രശ്നമല്ല, ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് നടക്കുന്നതല്ല. ഇത് ഇന്ന് ഏകദേശം എല്ലാ വീടുകളിലും ശബ്ദമില്ലാതെ വളരുന്ന ഒരു പ്രശ്നമാണ്: മൊബൈൽ അടിമത്തം. നിങ്ങൾ മാതാപിതാക്കൾ ഈ കോഴ്സിനായി മാറ്റിവെക്കുന്ന ചുരുങ്ങിയ സമയം നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവിക്കായുള്ള പുനർജന്മമാണ് സമ്മാനിക്കുന്നത് എന്നോർക്കുക. ആദ്യം മൊബൈൽ അഡിക്ഷൻ അഥവാ അടിമത്തം എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു ചോദ്യം ഞാൻ ആദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞ് ഫോൺ എടുത്താൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ലേ? ഫോൺ എടുത്തു മാറ്റുമ്പോൾ കരയുന്നുണ്ടോ? പഠനത്തിൽ ശ്രദ്ധ കുറയുന്നുണ്ടോ? രാത്രി വൈകിയും സ്ക്രീൻ നോക്കുന്നുണ്ടോ? ഇവയിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് ശരിയായ സമയത്ത് കാണുകയാണ്. ആദ്യം ഒരു വലിയ തെറ്റിദ്ധാരണ നീക്കാം. മൊബൈൽ ഉപയോഗിക്കുന്നത് തെറ്റല്ല. ഓൺലൈൻ ക്ലാസുകൾ, പഠന ആപ്പുകൾ, ഇൻഫർമേഷൻ എല്ലാം ഉപകാരപ്രദമാണ്. പക്ഷേ ഉപയോഗം, അടിമത്തം ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഉപയോഗം എന്നത് സമയപരിധിയുണ്ട്. ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു. ഫോണില്ലെങ്കിലും കുഞ്ഞ് ശാന്തമാണ്. അടിമത്തം എന്നത് സമയം മറന്ന് ഉപയോഗിക്കുന്നു. ഫോണില്ലെങ്കിൽ അസ്വസ്ഥത, കോപം, കരച്ചിൽ പഠനത്തെയും ഉറക്കത്തെയും ബാധിക്കുന്നു. ഒരു സിമ്പിൾ ടെസ്റ്റ് ചെയ്തു നോക്കാം. ഒരു 12 മണിക്കൂർ ഫോണില്ലാതെ ഇരിക്കാൻ നിങ്ങളുടെ കുട്ടിക്ക് കഴിയുമോ? കഴിയില്ലെങ്കിൽ അതൊരു റെഡ് സിഗ്നലാണ്. ഇപ്പോൾ നമുക്ക് ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്നൊരു കെമിക്കലുണ്ട്. ഡോപ്പമിൻ എന്താണ്? സന്തോഷം നൽകുന്ന കെമിക്കൽ. നമ്മൾ കളിക്കുമ്പോൾ, സുഹൃത്തുക്കളുമായി ചിരിക്കുമ്പോൾ, വിജയം നേടുമ്പോൾ ഡോപ്പമിൻ റിലീസ് ചെയ്യും. പക്ഷേ മൊബൈൽ ഗെയിമുകളും റീലുകളും ഷോർട്സും 1 മിനിറ്റിൽ 20 മുതൽ 30 വരെ തവണ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? ബ്രെയിൻ പറയുന്നു, ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ സന്തോഷം ലഭിക്കുന്ന വഴി. അപ്പോൾ എന്ത് സംഭവിക്കും? യഥാർത്ഥ ജീവിതം ബോറായി തോന്നും. പഠനം കഷ്ടമായി തോന്നും. പുസ്തകം തുറക്കാൻ മനസ്സില്ല. ഔട്ട്ഡോർ കളികൾ ഇഷ്ടമാക്കില്ല. ഇത് കുഞ്ഞിന്റെ തെറ്റല്ല. ഇതൊരു ബ്രെയിൻ റിവാർഡ് സിസ്റ്റം ട്രാപ്പാണ്. ഇപ്പോൾ ഞാൻ ചില അടയാളങ്ങൾ പറയും. നിങ്ങളുടെ കുട്ടിയിൽ ഇവ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 1. സമയം മറക്കുന്നു. ഇനി 5 മിനിറ്റ് എന്ന് പറഞ്ഞ് 1 മണിക്കൂർ. 2. കോപം വർദ്ധിക്കുന്നു. ഫോൺ എടുത്താൽ അക്രമ സ്വഭാവം. 3. ഉറക്കം വൈകുന്നു. രാത്രി 11 മുതൽ 12 വരെ സ്ക്രീനിൽ. 4. ശ്രദ്ധക്കുറവ്. 5 മിനിറ്റ് പോലും കോൺസെൻട്രേഷനില്ല. 5. സോഷ്യൽ ഐസൊലേഷൻ. കുടുംബത്തോട് സംസാരിക്കാതെ ഒറ്റയ്ക്കിരിക്കുക. ഈ അടയാളങ്ങൾ ചെറിയതെന്ന് കരുതരുത്. ഇവയാണ് തുടക്കഘട്ട അലാറം. ഇപ്പോൾ ഒരു കഠിനമായ സത്യം പറയട്ടെ. കുഞ്ഞിന്റെ മൊബൈൽ അടിമത്തത്തിന് 100% കുട്ടി മാത്രം ഉത്തരവാദിയല്ല. ചിലപ്പോൾ കരച്ചിൽ നിർത്താൻ ഫോൺ കൊടുത്തു, ഭക്ഷണം കഴിപ്പിക്കാൻ കാർട്ടൂൺ ഓണാക്കി, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഫോൺ കൈമാറി. നമ്മൾ വീട്ടിൽ മുഴുവൻ സമയം മൊബൈലിൽ. കുഞ്ഞ് നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ ഫോൺ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അതനുസരിക്കില്ല. ഈ കോഴ്സിന്റെ അടുത്ത മോഡ്യൂളുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രായമനുസരിച്ചുള്ള ഡീടോക്സ് പ്ലാൻ, 7 സ്റ്റെപ്പ് റിക്കവറി സിസ്റ്റം, ആംഗർ ആൻഡ് വിത്ഡ്രോവൽ ഹാൻഡിൽ ചെയ്യുന്നത്, സ്റ്റഡി ഫോക്കസ് തിരികെ കൊണ്ടുവരുന്നത്, ലോങ് ടേം ഡിജിറ്റൽ ബാലൻസ്. ഇതൊരു ഫോൺ പിടിച്ചെടുക്കൽ കോഴ്സല്ല, ഇതൊരു ബന്ധം തിരികെ പിടിക്കൽ കോഴ്സാണ്. മൊബൈൽ അടിമത്തം മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടെക്നോളജിയല്ല, ബന്ധമാണ്. ഇന്ന് നിങ്ങളൊരു വലിയ തീരുമാനമാണ് എടുത്തത്. നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്കായി നിങ്ങൾ സമയം ചിലവഴിക്കുന്നു. അതുതന്നെ ആദ്യ വിജയമാണ്. ഓർമ്മിക്കുക, കുട്ടികൾക്ക് കൂടുതൽ ഇന്റർനെറ്റ് വേണ്ട, കൂടുതൽ ഇടപെടലാണ് വേണ്ടത്. പരിചയസമ്പന്നരായ മനഃശാസ്ത്രജ്ഞരും കൗൺസിലർമാരും ചേർന്നൊരുക്കിയ ഈ കോഴ്സിന്റെ സഹായത്തോടെ നിങ്ങളുടെ കുട്ടികളെ പൂർണ്ണമായും മൊബൈൽ അഡിക്ഷനിൽ നിന്നും വിടുവിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. പഠനനഷ്ടം മാത്രമല്ല, അന്ധമായ അനാവശ്യ പ്രണയബന്ധങ്ങൾ, മയക്കുമരുന്ന് ബന്ധങ്ങൾ തുടങ്ങി പല ഭാവി ദുരന്തങ്ങളിൽ നിന്നും അവരെ നിങ്ങൾക്ക് രക്ഷിക്കുവാൻ കഴിയും.
അടുത്ത പ്രീമിയം മൊഡ്യൂളുകളിൽ പ്രായം അനുസരിച്ച് പല സ്റ്റെപ്പുകളായി ചെയ്യേണ്ട പ്രായോഗിക ഡീടോക്സ് പ്ലാൻ, റിക്കവറി പ്ലാൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഒപ്പം 30-ഡേ ഡിജിറ്റൽ ഡീടോക്സ് പ്രിന്റബിൾ ചാർട്ട്, പേരന്റ് സെൽഫ് അസസ്മെന്റ് പ്രിന്റബിൾ ഷീറ്റ്, ഏജ് വൈസ് ഡെയിലി റൂട്ടീൻ പ്രിന്റബിൾ ടെംപ്ലേറ്റ്സ്, ഫാമിലി ഡിജിറ്റൽ അഗ്രിമെന്റ് PDF, പ്രോഗ്രസ് ട്രാക്കിംഗ് ഷീറ്റ് എന്നിവയും ലഭിക്കുന്നു. മാതാപിതാക്കൾക്കായുള്ള ഈ ഓൺലൈൻ കോഴ്സ് ഡിസ്ക്രിപ്ഷനിലും ആദ്യ കമന്റിലും കാണുന്ന ലിങ്കിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ കഴിയും.